2016 യേശു കൊടുത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മണി മുതൽ. പുതുവത്സര സന്ദേശം, അദ്ഭുത സാക്ഷ്യങ്ങൾ, പ്രാർത്ഥിക്കുക, പങ്കാളിയാവുക. 2016 യേശു കൊടുത്ത് യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ, നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ രക്ഷിക്കപ്പെട്ട സമയം മുതൽ ശുശ്രൂഷിക്കുന്നവർ യേശുവിനെ പോലെയാണ്. അവർ യേശുവിനെ പറയുന്നവർ ഞാൻ കൊതിക്കുന്നതാണ് ദൈവദാസന്മാരെ കാണുമ്പോൾ അവരുടെ വായിൽ നിന്ന് കേൾക്കുവാൻ. പക്ഷെ പിന്നീട് ആസ് ഐ ബിഗൻ ടു നോ മോർ ആൻഡ് മോർ, ഒരാൾ മറ്റേയാളുടെ കുറ്റം പറയുക, ഒരാളുടെ കുറ്റം പറയുക, അക്യൂസിങ്. വചനത്തിൽ പറയുന്നത് ദ ഡെവിൾ ഇസ് ദ സ്ലാൻഡറർ. നുണ പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും പിശാച. സോ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നവർ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ സ്വർഗത്തിൽ യേശു എത്രമാത്രം ദുഃഖിക്കുന്നുണ്ട്, എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട്. ആൻഡ് എൻ്റെ ഉള്ളിൽ, നോട്ട് ദറ്റ് ഐ എം പെർഫെക്റ്റ്, ബട്ട് ഐ ഫീൽ കർത്താവിനെ ദുഃഖിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഐ ലവ് ഹിം സോ മച്ച്. യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും നമ്മൾ യേശു ക്രിസ്തുവിനെ വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറയുകയും സ്നേഹമില്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്നാ പ്രയോജനം? അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം. നിങ്ങൾ കൊരിന്ത്യർ 1 കൊരിന്ത്യർ 13 അധ്യായം, ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് എന്നാ പറയേണ്ടത്, ഇറ്റ് ഈസ് എ ലവ് ചാപ്റ്റർ, യു ക്യാൻ സേ ലവ് ചാപ്റ്റർ. ദോ ഐ സ്പീക്ക് വിത്ത് ടങ്സ് ഓഫ് മെൻ and the angels, but have not love, I have become a sounding brass or a clanging cymbal. Though എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾ മുഴങ്ങുന്ന ചെമ്പും ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഒരു വാക്ക് പ്രധാനപ്പെട്ടതുണ്ട്, യു ഹാവ് ബിക്കം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച നാളിൽ ഭയങ്കര സന്തോഷമായിരുന്നു, കാണുന്നവരെല്ലാം സ്നേഹമായിരുന്നു. പക്ഷേ കാലക്രമേണ പല ഇൻസിഡൻ്റ് ഉണ്ടായി കാണാം. ഹൃദയം കഠിനപ്പെട്ട് ആ പ്യുവർ സിമ്പിൾ ലവ് പോയി. നൗ ദൈവം കൃപാവരങ്ങളെക്കുറിച്ചും വിളിയെക്കുറിച്ചും ഒരിക്കലും ദുഃഖിക്കുന്നില്ല. വൺസ് ഇറ്റ് ഗിവ്സ് എ ഗിഫ്റ്റ്, ഇറ്റ് ഇസ് എ ഗിഫ്റ്റ്. ചിലർ ഇങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട്, തമ്പ്രറെ ഇത്രയും കുഴപ്പം പിന്നെയും ആൾക്കാർ സൗഖ്യമാകുന്നുണ്ടല്ലോ, അവരുടെ മിനിസ്ട്രിയിൽ പിന്നെയും കാര്യങ്ങൾ നടക്കുന്നില്ലേ? യെസ്, നടക്കും. അത് യേശുവിൻ്റെ നാമത്തിലാണ് നടക്കുന്നത്. കർത്താവിന് രോഗിയോട് കരുണയാണ്, കർത്താവിന് മനുഷ്യരോട് കമ്പാഷനാണ്. സോ എനിവൺ ഹു യൂസസ് ദ നെയിം ഓഫ് ജീസസ്, ദ മിറക്കിൾ വിൽ ഹാപ്പൻ. ബട്ട് ഇൻഡിവിജ്വലി വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ സെൽവ്സ്. നൗ സ്നേഹം ഇല്ലെങ്കിലും അത്ഭുതം നടക്കും. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ കർത്താവുമായിട്ടുള്ള ബന്ധം, വാസ്തവത്തിൽ അന്യഭാഷ എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ, സ്പിരിറ്റ് മാൻ ടോക്കിംഗ് ടു ദ സ്പിരിറ്റ് ഗോഡ്. അപ്പനോട് മകൻ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അന്യഭാഷ. അന്യഭാഷ കാണും, പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ കാണത്തില്ല. ദ ഹോൾ റിലേഷൻഷിപ്പ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പം ഒരു മതമായിട്ടല്ല ബന്ധം, ഒരു പുസ്തകമായിട്ടല്ല ബന്ധം, ഒരു വ്യക്തിയായിട്ട ബന്ധം നമുക്ക്. ഇറ്റ് ഈസ് എ ലവ് അഫെയർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് വെർ ദ വേർഡ് ഓഫ് ഗോഡ് ഹെൽപ്സ് മീ ഔട്ട്. ദൈവവചനം എന്നെ സഹായിക്കും ടു മോർ ആൻഡ് മോർ വാക്ക് ഇൻ ഹിം. സ്നേഹം വരുമ്പോൾ
കർത്താവുമായിട്ടുള്ള പ്രണയബന്ധം വരുമ്പോൾ അതാ രണ്ടാമത്തെ വാക്യം ത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഓരോന്നും ദോ ഐ ബെസ്റ്റോ ഗുഡ് ഐ ഫീഡ് ദ പുവർ, ദോ ഐ ഗിവ് മൈ ബോഡി ടു ബി ബേൺഡ് ബട്ട് ഹാവ് നോ ലവ് ഇറ്റ് പ്രോഫിറ്റ്സ് മീ നത്തിങ്. മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നു, ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ്. ഞാൻ എപ്പോഴും വീണ്ടും ഐ ഫീൽ ലൈക്ക് എ ഹിപ്പോക്രറ്റ് ഇഫ് ഐ ഡോണ്ട് ഷോ ദ ലവ്. എന്നെ യേശുവിനെ ഞാൻ വഹിക്കുന്നുവെങ്കിൽ എന്നെ ഉപദ്രവിച്ചവരെയും സ്നേഹിക്കാനുള്ള മനസ്സാണ് എൻ്റെ ഉണ്ടായിരിക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എത്ര പവർഫുള്ളായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണേ. വാട്ട് എ ക്രെസൻഡോ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെ എന്നാ പറയണ്ടത്, ഇതിനേക്കാളും വലിയൊരു സ്നേഹമുണ്ട്. തൻ്റെ ശിഷ്യനായ സ്തേപ്പാനോസിനെയും കല്ലെറിയുമ്പം തൻ്റെ വായിൽ നിന്നും മർമർ ചെയ്ത് ചെറിയൊരു പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇവരോട് കണക്കിടരുതേ, ക്ഷമിക്കണേ. ദാറ്റ് ഈസ് ദറ്റ് ലവ് ദറ്റ് ഗോഡ് വാണ്ട്സ് ടു പുട്ട് ഇൻ ടു അവർ ഹാർട്ട്സ് ഫോർ എവറിബഡി. ആരോടും പിണക്കമോ ആരോടും ഭാരമോ ഇല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു അത്ഭുതമായി മാറും. അതിൻ്റെ ലവ് സഫേഴ്സ് ലോങ്, ഇറ്റ് ഈസ് കൈൻഡ്. ലവ് ഡസ് നോട്ട് എൻവി, ലവ് ഡസ് നോട്ട് പരേഡ് ഇറ്റ് സെൽഫ്, നോർ ഈസ് പഫ്ഡ് അപ്പ്. നിഗളിക്കുന്നില്ല, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കുന്നില്ല. സ്നേഹം, യേശു ക്രിസ്തു സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ പര്യായമാണ് യേശു എന്നിൽ വരും എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യണം. അതാ കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിക്കാതെ ഫലം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ നോക്കിക്കേ, ഫലമാണ് ലോകം മുഴുവൻ കാണുന്നത്. ഏത് വൈനിലാണ് ഈ ബ്രാഞ്ച് നിൽക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് ഫ്രൂട്ടില്ല. ആൻഡ് ദ ഫ്രൂട്ട് ഇസ് ലവ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നോക്കുമ്പോഴും ഫലങ്ങളല്ല, തുടങ്ങുന്നത് ലവാണ്. ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ഈസ് ലവ്. ലവ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ജോയ്, പീസ്. ഇത് ലവ് ഉണ്ടെങ്കിൽ ദർ ഇസ് ജോയ്, ദർ ഇസ് പീസ്. വി ആർ നോട്ട് ബോതേഡ്. അയാളെന്ത് പറഞ്ഞു, ഈളെന്ത് പറഞ്ഞു. പലപ്പോഴും ചില നെഗറ്റീവ് കമൻറ്റ്സ്, ഇന്നൊന്നുമല്ല, ശുശ്രൂഷയ്ക്ക് തുടങ്ങിയ സമയം മുതൽ എന്നെക്കുറിച്ച് പറയുമ്പോൾ ചിലർ പറയും, നമുക്ക് റിയാക്ട് ചെയ്യണം. ഞാൻ പറയും, ഞാൻ റിയാക്ട് ചെയ്യണമെങ്കിൽ ഒരു 100 നട താഴോട്ട് ഇറങ്ങി ഞാൻ വരണം ടു സ്റ്റോക്ക് ടു ദാറ്റ് പേഴ്സൺ, വിച്ച് ഐ വിൽ നെവർ ഡു. കാര്യം ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് സച്ച് സില്ലി തിങ്സ്. നൗ, യേശു എന്തുകൊണ്ടാണ് സ്നേഹിച്ചത്? എല്ലാവരെയും താൻ സ്നേഹിച്ചു, അന്ത്യത്തോളം സ്നേഹിച്ചു. ആ വേദഭാഗത്തിലേക്കൊന്ന് വായിച്ചാൽ, നോ, ദിസ് ഇസ് ദ ഫൗണ്ടേഷൻ, ദ ലവ് ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് ഇരുട്ടിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ കിങ്ഡം ഓഫ് ലൈറ്റിലേക്ക് നമ്മൾ മാറുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ആൻഡ് ദ കിങ്ഡം ഓഫ് എ സൺ ഓഫ് ലവ്. ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ സ്നേഹമാണ്. സ്നേഹം ഓർക്കത്തില്ല, പണ്ടത്തെ ശരി കാണിച്ചു തരാം, നോ. ബാക്ക് ബൈറ്റ് ചെയ്യത്തില്ല, ഒരിക്കലുമില്ല. വി ആർ ഓൾ നമ്മളെല്ലാം ഫ്രജൈലായി ലോകം. പലപ്പോഴും ഒരു പക്ഷേ ഞാൻ ഇടപെടുന്ന ആയിരക്കണക്കിന് ആൾക്കാർ എൻ്റെ അടുക്കൽ വരുന്നവരെല്ലാം പ്രതിസന്ധിക്കാരായിരിക്കും. എന്നാ പറയുന്നത്, ട്രാജിക് കേസസ്. 10 വയസ്സായി ക്യാൻസർ, 13 വയസ്സായി ബ്ലഡ് ക്യാൻസർ, കല്യാണം കഴിച്ചേ ഉള്ളൂ, റോഡ് ആക്സിഡൻറ്റിൽ മരിച്ചു. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ, ഹൗ ഫ്രജൈൽ ഇസ് മാൻ. എന്നാ അഹങ്കരിക്കാനുള്ളത്, എന്താ പ്രശംസിക്കാനുള്ളത്? ഭാര്യ ഭർത്താവും ചെറിയ കപ്പിന് പഞ്ചസാരക്കകത്ത് ചായക്കകത്ത് പഞ്ചസാര കൂടിപ്പോയി, കുറഞ്ഞുപോയി, വഴക്ക്, പിറ്റേ ദിവസം മിണ്ടാട്ട്. ലൈഫ് ഈസ് വെരി ഷോർട്ട്, എൻജോയ് ഇറ്റ്. ഭൂമിയിലുള്ള വാസം വളരെ ചുരുക്കമാണ്. ആ ചുരുങ്ങിയ സമയത്ത് ലെറ്റ് us മേക്ക് അവർ ഫാമിലി ഹെവൻ. അതുകൊണ്ടാണ് നമ്മൾ സ്മൈൽ ഇന്ത്യ, സ്മൈൽ എന്നുള്ള ക്യാമ്പയിൻ തുടങ്ങിയത്. സ്മൈൽ, റിജോയ്സ്. രാവിലെ എഴുന്നേറ്റ് ഒന്ന് സന്തോഷിച്ചേ. നമ്മുടെ ഒരു ചിരി കാരണം മറ്റുള്ളവർക്ക് സന്തോഷമാക്കും. നമ്മുടെ ഉള്ളിൽ സങ്കടമില്ലേ? ഉണ്ട്. പ്രയാസമില്ലേ? ഉണ്ട്. പരാതി പറയാനുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പറയത്തില്ല. വൈ? ലെറ്റ് us ലവ് ജീസസ് ആൻഡ് ത്രൂ ഹിം ലെറ്റ് us ബി റിഫ്ലക്റ്റിംഗ്. കർത്താവിൻ്റെ പ്രതിബിംബിക്കുന്ന കണ്ണാടികളായി മാറാനുള്ള ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാവ് സഹായിക്കും. എനിക്കൊരു കാര്യം അറിയാം, എത്ര നമ്മൾ പരിശ്രമിച്ചാലും നടക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ
സ്നേഹിക്കും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് ഒത്തിരി പരാതികൾ കാണും. പക്ഷെ ഒന്ന് ആലോചിച്ചേ, നമ്മളെക്കുറിച്ചും പറയാൻ പരാതികൾ മറ്റുള്ളവർക്കില്ലേ? ഉണ്ട്. നമ്മുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വിഷമമുണ്ടായി, ഇതുണ്ടായി. മറ്റുള്ളവരെ ഒന്ന് നോക്കിക്കേ, അവർക്കും നമ്മൾ മുഖാന്തരം വിഷമം ഉണ്ടായിട്ടില്ലേ? നമുക്കുള്ളൂ അറിയാൻ മേലാത്ത വിഷമം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കഴിയുന്നതും ഒരു വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ആരെയും വിഷമിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ നാട്ടകത്ത് നമ്മുടെ ഓഫീസിൽ ഒരു ദിവസം കയറി വന്നപ്പോൾ ഒത്തിരി പേര് എന്നെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു മോന് വിവാഹം നടക്കാൻ കല്യാണത്തിന് എന്നെ വിളിക്കാൻ വന്നു. ഞാൻ പ്രാർത്ഥിച്ചു. സൈഡിലൊരു സഹോദരി ഞങ്ങൾ, ആ സഹോദരി 98 ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫെലോഷിപ്പിൽ. സോ നാച്ചുറലി ഞാൻ പറഞ്ഞു, എങ്ങനെയുണ്ട് സഹോദരി വിശേഷം? ഞാൻ ഒത്തിരി സന്തോഷിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അവരുടെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പം ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടോ, കർത്താവിനെ തിരിച്ചറിഞ്ഞോ, എങ്ങനെയുണ്ട്? ഇല്ല, എനിക്ക് കർത്താവും വേണ്ട, ഒന്നും വേണ്ട. എനിക്കൊരു ഷോക്കായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി സഹോദരിക്ക്? എന്നാ വല്ലതും ഭാരം ഉണ്ടായോ? അതെ, എനിക്ക് ഭാരം ഉണ്ടായി. ഒരു ദേവദാസൻ മുഖാന്തരം എനിക്ക് ഭാരം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ആഹാ, എന്നിട്ട് സഹോദരി യേശുവായിട്ട് എന്തിനാ പിണങ്ങുന്നേ? ആ ദേവദാസൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവുമായിട്ട് എന്തിനാ പിണങ്ങുന്നത്? കർത്താവ് സഹോദരിക്ക് വേണ്ടി മരിച്ചു എഴുന്നേറ്റതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചു, ആ ദേവദാസൻ ആരാ? ഉടനെ പറഞ്ഞു, തങ്കുബ്രദർ. ഓ, ഷോക്ക്ഡായി. ഞാൻ ഓർത്തിട്ടൊന്നും അവരെ ഞാൻ നൊമ്പരപ്പെടുത്തിയിട്ടില്ല, അവരോട് അങ്ങനെ മോശമായി സംസാരിച്ചിട്ടില്ല. ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. അവരോട് ചോദിച്ചു, എന്താ സംഭവം, എന്താ സൗകര്യം ഞാൻ മുറിവാക്കി? അവർ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നായിരുന്നു ഞാൻ, ഭർത്താവും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. തങ്കുബ്രദർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഭർത്താവിനോട് പറഞ്ഞു ഇറങ്ങട്ടെ, എന്നോട് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചില്ല. നമുക്ക് ഞാൻ പോലും അറിയാതെ ഒരാൾ മുറിവേൽക്കും. ഭർത്താവിനോട് പറഞ്ഞു പോവുക, ഭാര്യയോട് പറഞ്ഞില്ല, അത്രയുള്ള വിഷയം. ഇത്രയും വർഷത്തിൽ ആ ദേഷ്യം അവർ കർത്താവിനോട് കാണിക്കുന്നത്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അറിയാതെ സംഭവിച്ചതായത്. അതുകൊണ്ട് ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവർ നാം എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ മേലാതിരിക്കുമ്പോൾ ആത്മാവ് തന്നെ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും മുറിവോ തെറ്റോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് കർത്താവിനോട് പ്രാർത്ഥിക്കുക. സ്നേഹമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. വീണ്ടും ഞാൻ പറയാം, നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു നിമിഷം നമ്മൾ തിരിഞ്ഞു നോക്കണം, നമ്മൾ വഴി പലർക്കും മുറിവുണ്ടായിട്ടില്ലേ? യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരെയും താൻ സ്നേഹിച്ചതിൻ്റെ രഹസ്യം എന്തായിരിക്കും? അത് നമുക്കൊന്ന് പിടികിട്ടിയാൽ വി ക്യാൻ ഓൾസോ ഡു ഇറ്റ്. ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്, 13 യോഹന്നാൻ സുവിശേഷം 13 അധ്യായം, ആൻഡ് ഹാവിങ് ലവ്ഡ് ഹിസ് ഓൺ ഹു ആർ ഇൻ ദ വേൾഡ് ഹി ലവ്ഡ് ദെം ടു ദ എൻഡ്. അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഇടയ്ക്ക് വെച്ച് സ്നേഹം കുറഞ്ഞില്ല യേശുവിൻ്റെ. അവിടുത്തെ യേശുവിൻ്റെ കൂടെ നടന്ന യൂദാസ് പോലും ഉണ്ടായിരുന്നു. ഒരിക്കലും യേശുവിനെ തന്നെ അറിയത്തില്ലേ യൂദാസ് ഒറ്റാൻ പോകുന്നത്? അറിയാം. പക്ഷെ ഒരിക്കലും കൂടെ നടന്ന മറ്റ് ശിഷ്യന്മാരോട് ഒരിക്കലും പറഞ്ഞില്ല ദൈവനെ സൂക്ഷിച്ചോണം. നെവർ. ഹിസ് ലവ് വാസ് സോ കമ്പല്ലിങ്. ഓർത്ത് നോക്കിക്കേ, തന്നെ പിടിക്കാൻ നേരത്ത് പത്രോസ് ഒരാളുടെ ചെവി വെട്ടിക്കളഞ്ഞു. ചെവി വെട്ടിക്കളയുമ്പോൾ ഉടൻ തന്നെ യേശു ആ ചെവി എടുത്ത് തിരിച്ച് സൗഖ്യമാക്കുക. വാട്ട് എ ലവ്! ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാൽ ദാറ്റ് ലവ് ഇസ്, എല്ലാവരും അഗ്നിയുടെ അഭിഷേകം, ശക്തി എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ പവർ എവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ പറയാം. പവർ ഇസ് ലവ്. ശരിക്കുള്ള അഗ്നിയുടെ അഭിഷേകം എന്ന് പറയുന്നത് തികഞ്ഞ സ്നേഹമാണ്. സ്നേഹം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി താൻ എവിടെ എവിടെ നിന്നാലും that radiance of love that comes out of him is unstoppable. Believe me, unstoppable. അതുകൊണ്ട് ഇന്ന് യേശുവിന് വേണ്ടി പ്രാണത്യാഗം ചെയ്യാൻ 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് യേശുവിനെ ആൾക്കാർ മനസ്സിലായാൽ they will die for him. Why? Love. അതേസമയത്ത് ദൈവം കൽപ്പന അനുസരിച്ചില്ല നിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പോയാൽ ഏതായാലും പോക്കാം, തോന്നിവാസം നടക്കാമെന്ന് വിചാരിക്കും. പക്ഷേ സ്നേഹം അറസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ സാധാരണ ശുശ്രൂഷകരോടൊക്കെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യണോ? പോയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ തെറ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് മുമ്പേ
ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുഖത്തെ ഒന്ന് കണ്ടാൽ മതി. ആ മുഖത്തെ കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കളയും ആ സ്നേഹം. യേശുവിന് എന്തായിരുന്നു ആ സ്നേഹിക്കാൻ പറ്റിയത്? അതിൻ്റെ റീസൺ 3-ാമത്തെ വാക്യത്തിലാണ്. ജീസസ് നോയിങ് ദാറ്റ് ദ ഫാദർ ഹാഡ് ഗിവൺ ഓൾ തിങ്സ് ഇൻ ടു ഹിസ് ഹാൻഡ്സ്. യേശുവിന് ഒന്ന്, തൻ്റെ കയ്യിൽ പിതാവ് സകലതും ഭരമേൽപ്പിച്ചിരിക്കുന്നു. തനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഈ യാത്രകൾ ചെയ്യുമ്പം പലരും ചോദിക്കാറുണ്ട്, തങ്കു ബ്രദറിന് ഹെവൻലി ഫീസ്റ്റിൻ്റെ ഇത് മുമ്പിൽ നിൽക്കുമ്പം യാത്ര ചെയ്യുമ്പോൾ വേറെ വലിയൊരു ആ സ്ഥാനം എടുക്കുമെന്ന് പേടിയുണ്ടോ? പണ്ട് ഒരു ചെറുപ്പക്കാരൻ എന്നോട് വന്ന് പറയും, സാധനം എല്ലാം കയ്യിലുണ്ടോ, സൂക്ഷിച്ചാണോ കേട്ടോ, എല്ലാവരും ചുറ്റും നിൽക്കുക. എനിക്ക് അങ്ങനത്തെ ഒരു ഫിയർ ഇല്ല. ഐ എം അറ്റ് വെരി ബിഗ് പീസ്. അതിൻ്റെ കാരണം വേറെ എന്ന് ചോദിച്ചാൽ, എന്നെ ഇവിടെ ഇരുത്തിയത് കർത്താവാണ്. ആൻഡ് ഐ എം യുണീക്ക് ഇൻ ഹിസ് കിങ്ഡം ലൈക്ക് യു ആർ യുണീക്ക് ഇൻ യുവർ കിങ്ഡം. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഒട്ടും ലേശം പോലും സംശയിക്കരുത്, ഭയപ്പെടരുത്. നിങ്ങളുടെ സ്ഥാനം മറ്റാർക്കും എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അഭിഷേകം ഇറ്റ് ഈസ് യുണീക്ക് ഫോർ യു. ചിലർ പറയും എനിക്ക് ഒരു കഴിവുമില്ലെന്ന്. കഴിവില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങളിലും ഒരു കൃപാവരം കർത്താവ് തന്നിട്ടുണ്ട്. സോ എനിക്ക് ആ ഉറപ്പുണ്ട്, എന്നെ ഈ സ്ഥാനത്താക്കിയത് പിതാവാണ്. ആൻഡ് നോ വൺ ക്യാൻ ഷേക്ക് ദാറ്റ് പൊസിഷൻ. നോ വൺ ക്യാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും പറ്റും. നാളത്തെക്കുറിച്ച് എനിക്ക് വിചാരമില്ല. കാര്യം നാളെയും തന്നെ കർത്താവ് യേശുവാണ്. വറി എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറഞ്ഞാൽ ഇത്രയും അധികം എന്ന് പറഞ്ഞാൽ വറി എന്ന് പറഞ്ഞൊരു സ്ഥാനമില്ല. കാര്യം എന്താ? എനിക്കറിയാം എൻ്റെ ഓരോ ചോടും എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ്, മൈ ഓൺ ഫാദർ, ഹൂ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ഈ ഗോളം മാത്രമല്ല, ഗോളങ്ങളെ സൃഷ്ടിച്ചവൻ. ഈസ് മൈ ഫാദർ. ഹി ന്യൂ. ആ ഒരു വാക്ക് ന്യൂ, ഇഫ് ഓൺലി വി കുഡ് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെയായിരുന്നെങ്കിൽ ആരോടും കോമ്പറ്റീഷന് വേണ്ടി പോകത്തില്ല. ഈ നമ്മുടെ ഉള്ളിൽ ഈ മറ്റുള്ളവരെ തോപ്പിച്ച് മുകളിൽ കയറണം എന്ന് വിചാരിക്കുന്നതിൻ്റെ കാരണം, നമുക്കെന്തോ നഷ്ടപ്പെട്ടു പോകും. അയാളെ ഉന്തി മാറ്റിയില്ലെങ്കിൽ നഷ്ടപ്പെടത്തില്ല. ഓർത്ത് നോക്കി, ദൈവരാജ്യത്തിൽ ഇത് രാജാധിരാജനാണ്. ദ സപ്ലൈ ഈസ് അൺലിമിറ്റഡ്. എനിക്ക് തന്ന സപ്ലൈ നിങ്ങൾക്കും തരാൻ തയ്യാറാകത്താം. ബട്ട് വെയിറ്റ് എ മിനിറ്റ്, ലവ്. ഹി ന്യൂ. യേശു എല്ലാവരും സ്നേഹിക്കാൻ കാര്യം എന്താ? തനിക്കറിയാം പിതാവ് തന്നെ സകലതും ഭരമേൽപ്പിച്ചിട്ടുണ്ട്. സകലതും പിതാവിനുള്ളത് മുഴുവൻ എൻ്റേതാണ്. അതാ പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ നമ്മൾ ആചരിക്കുമ്പം, പരിശുദ്ധാത്മാവിന് നമ്മൾ സെൻസിറ്റീവായിട്ട് നടക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസാക്ഷിയോട് പറയും, യു ആർ എൻ എയർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അവകാശി. ദൈവത്തിൻ്റെ അവകാശി. 2 വാക്കാണ് ബൈബിളിൽ, വാഗ്ദത്തത്തിൻ്റെ അവകാശിയും ദൈവത്തിൻ്റെ അവകാശി. വാക്കിൻ്റെ അവകാശിയും ദൈവത്തിൻ്റെ. ഈ പഴയ നിയമത്തിലെല്ലാം വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണ്. എന്നുവെച്ചാൽ ദൈവം വാക്ക് പറഞ്ഞു, ദാസന്മാരും യജമാനനും. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ജാതികളുടെ പിതാവാക്കും. ആ പിതാവാക്കും എന്ന് പറയുമ്പം ആ വാഗ്ദത്തമാണ്. വാക്ക് പറഞ്ഞത് പിടിക്കുക, എന്തിയെ നീ വാക്ക് പറഞ്ഞതല്ലേ. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തിൻ്റെ അവകാശിയായിത്തീർന്നു. എന്ന് വെച്ചാൽ പിതാവിന് എന്തുണ്ടോ അത് മുഴുവൻ എനിക്കുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഒരാളോട് പറയാം, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കൊണ്ട് തരുവാണ്, ഞാൻ 1 രൂപ തരാം. എൻ്റെ വാക്കാണ്. 1 രൂപയ്ക്ക് വേണ്ടി അയാൾ 1 ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. പറഞ്ഞു കഴിഞ്ഞാൽ പറയും, വാക്ക് ഇനി മാറ്റരുത് കേട്ടോ, ആ 1 രൂപ എനിക്ക് തരണം. പക്ഷേ എൻ്റെ മകന് വാഗ്ദത്തമല്ല, എനിക്കുള്ളത് മുഴുവൻ അവൻ്റേതാണ്. ഈ വെള്ളം കൊണ്ടുവന്ന് 1 രൂപയ്ക്കല്ല അവൻ കൊണ്ടിരുന്നത്, എനിക്കുള്ളത് മുഴുവൻ. ആ പീസ് അവൻ്റെ അകത്തുള്ളത്. ആ പീസ്. ഒന്ന്, യേശുവിനറിയാം തൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളാരും ജീവിതത്തിൽ പരാജയപ്പെടുത്തില്ല. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർ ടെൻഷനിലായിരുന്നു രാവിലെ എന്നെ കാണുന്നത്. ഒന്ന് നന്നായി ചിരിച്ചിട്ട് എത്ര നാളായി. കടബാധ്യം മുമ്പ് ആഹാരം മുതൽ ആരും എന്നെ കണ്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ട് പോലും തുറന്നിട്ട ദിവസങ്ങളായി. ഒന്ന് ചിരിച്ചേ. പിതാവ് സ്നേഹിക്കുന്നവനാണ്. നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ നൽകുന്നവനാണ്. സകലതും നിങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുക. യേശുവിനെ നയിച്ച ഒരു കാര്യം, ഹി ന്യൂ. 2,
He knew, number one, all things were given into his hands. Number two, he had come from God and was going to God. യേശുവിന് അറിയാവുന്ന ഒരു കാര്യം, താൻ പിതാവിൽ നിന്നും വന്നു, പിതാവിലേക്കായി. നമ്മളെല്ലാവരും, കാണുന്ന എല്ലാവരും ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഈ ലോകത്തിൽ നമ്മൾ ഐക്യപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട്. അതുകൊണ്ടാണ് സക്സസ് എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിൽ 30 പിള്ളേരുണ്ടെങ്കിൽ എനിക്ക് 80% മാർക്ക് കിട്ടി, സക്സസ്, ഫസ്റ്റ് റാങ്ക്. കാര്യം എന്നാ? താരതമ്യപ്പെടുത്തുക. യഥാർത്ഥ സക്സസ് അതല്ല. ദൈവം ഓരോരുത്തരെയും ഓരോ ദൗത്യത്തിന് അയച്ചു. ആ ദൗത്യം എത്ര വരെ നിവർത്തിച്ചു, അതാ യഥാർത്ഥ സക്സസ്. അപ്പം കോമ്പറ്റീഷൻ ഇല്ല. എന്നെ ഏൽപ്പിച്ചത് ബെസ്റ്റായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ആ മനോഭാവം ഏതാ? ഐ എം എൻ ഇറ്റേണൽ ബീങ്. ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ഞാൻ യേശുവിനെ മുഖാമുഖം കാണേണ്ടിയ ശുശ്രൂഷകരോട് ഞാൻ പറയാം, നമ്മൾ ദൈവവചനം ശുശ്രൂഷിക്കുന്നവരാണ്. നിത്യതയുടെ കാഴ്ചപ്പാട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിത്യതയുടെ ഉറപ്പുണ്ടെങ്കിൽ ദൈവഭയം നമ്മളിലുണ്ടാകും. ദൈവഭയം നഷ്ടപ്പെടുമ്പോഴാണ് ജഡിക വാക്കും ജഡിക പ്രവൃത്തി ചെയ്യാൻ ഒരു മടിയും കാണാത്തത്. കർത്താവിനെ നമ്മൾ വീണ്ടും കാണേണ്ടി വരാം. ഈ കോമ്പറ്റീഷനും ഈ സ്പിരിറ്റും ഒക്കെ പോയി, വി വിൽ ഫേസ് ഹിം, വി വിൽ സീ ദറ്റ് പെർഫെക്റ്റ് ലവ് വൺ ഡേ. നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യേണ്ടി വരും. മനോഹരമായൊരു മലയാളം പാട്ട് ചെറുപ്പം മുതൽ കുറേ നാളുകളായിട്ട് നമ്മൾ പാടുന്നതല്ലേ, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്. എന്നേക്കും നിൽക്കാൻ പോകുന്നത് അവിടെയാണ്. അപ്പോൾ നിങ്ങൾ പറയും, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തിനാ വീട് വെക്കുന്നത്, ഇവിടെ എന്തിനാണെന്ന് ചോദിച്ചാൽ, നിത്യജീവനകത്ത് വരുമ്പോൾ ഇവിടെ ജയകരമായ ജീവിതമാണ്. അപ്പോൾ തന്നെ നിത്യതയുടെ കാഴ്ചപ്പാട് ക്ലിയറാണ്. സ്ഥാനാപതികളാണ് ദൈവരാജ്യത്തിൻ്റെ. സിംപ്ലിസിറ്റി ഇസ് നോട്ട് പോവർട്ടി. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. പറഞ്ഞാട്ട് എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരും മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് അങ്ങ് കരുണ ചെയ്യണമേ. ആ സ്നേഹത്തിൽ പരിപൂർണതയിൽ വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനുള്ള കൃപ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഇവരെ തിരിച്ച് സ്നേഹിക്കുന്നവർ ജാതികളാണ്, ദൈവത്തെ അറിയാൻ മേലാത്തവരാ, അവരെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങളെ ദോഷം ചെയ്യുന്നവരെയും നിങ്ങൾ സ്നേഹിക്കണം. ആ ഹൃദയം ഞങ്ങൾക്ക് നൽകണം. അങ്ങനെ സ്നേഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. പിതാവേ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഇറങ്ങണം. അവർക്ക് തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാറട്ടെ. രോഗികൾ ഈ സമയത്ത് തന്നെ സൗഖ്യമാകട്ടെ, അത്ഭുത വിടുതലാകട്ടെ. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഒരു കാര്യം, സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളോട് ഞാനൊരു വാക്ക് പറയാം. ഞാൻ സുവിശേഷകനാണ്. എനിക്കിന്ന് കിട്ടുന്ന സ്നേഹവും മാന്യതയും സുവിശേഷം പറയുന്നത് കൊണ്ടാണ്. വേറെ ഒരു പരിപാടിക്കും ഞാൻ പോകത്തില്ല. ഈ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം അറിയണം, ഈ പ്രത്യാശയുടെ സുവിശേഷം. സോ കീപ് സപ്പോർട്ടിങ് us in prayer, in giving. വീണ്ടും കാണും വരെയും കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. हमको सिखाए प्रेम की परिभाषा को, प्रेम का सागर है तू, चांदी का राजकुमार है तू, जरा